കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവ കഥ പറഞ്ഞു തരട്ടെ. അനുഭവ കഥ പറയാനുള്ളതിൻ്റെ കാരണവും കൂടി ഞാൻ പറഞ്ഞു തരാം. ഞാനിട്ട ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 23 മിനിറ്റ് ഉണ്ട്. ഈ 23 മിനിറ്റ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കരുത്, എനിക്കും ബോറടിക്കരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ കരുതി എൻ്റെ ഒരു അനുഭവ കഥ, കണ്ണനിനാൽ എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവ കഥ നിങ്ങളിലേക്കൂടി പങ്കുചേരാമെന്ന് കരുതി. അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. പലരും ഞാനല്ല ചിത്രം വരയ്ക്കുന്നത് എന്ന് പറയുമ്പോഴും അവർ ചിന്തിക്കുന്നില്ല, ഈ വരയ്ക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ അല്ലെ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്, എത്രത്തോളം സമയം ആവശ്യമുണ്ട് എന്നുള്ളത് അവരാരും ചിന്തിക്കുന്നില്ല. എന്നാലോ നമ്മളിതൊക്കെ ചെയ്തിട്ടാലും അവരത് സ്ക്രോൾ ചെയ്ത് കണ്ടിട്ട് പോവും. എത്ര നിസ്സാരമല്ലേ. ഞാനൊരു വരയ്ക്കുന്നൊരു ഫോട്ടോയുടെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ 23 മിനിറ്റ് ഉണ്ട്. ഇതൊക്കെ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ ആരും കാണണമെന്നൊന്നുമില്ല. തുടക്കം ഒന്ന് കാണും, ലാസ്റ്റിലേക്ക് ഒന്ന് നോക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അത്രമാത്രം കാണുന്ന ആൾക്കാരാണ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്, ഞാനല്ല വരയ്ക്കുന്നത് എന്ന്. ഒരു ഫോട്ടോ ചെയ്ത് തീർക്കാനുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്ന് പോലും ചിന്തിക്കാതെ സ്വയം ജഡ്ജ് ചെയ്തിട്ട് ഒരാളെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ണനാട്ടോ. ഞാൻ ഇതുവരെ വരച്ച കണ്ണനിൽ നിന്നും മാറ്റമുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതേ മോഡലുള്ള ഫോട്ടോ ആയിരുന്നു ആദ്യമായിട്ട് ശങ്കരേട്ടന് വരച്ചു കൊടുത്തത്. ഇതേ മോഡൽ എന്ന് പറയാൻ ഫേസിനൊക്കെ അന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, ഞാൻ ഏതൊരു ഫോട്ടോ വരച്ചാലും ഫേസ് ഏകദേശം ഏട്ടാനുജന്മാരുടെ ഒരു ലുക്കിലേക്കാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമുക്കൊക്കെ അച്ഛനും അമ്മക്കൊക്കെ ഒരേ രൂപം മാത്രമല്ലേ ഉള്ളൂ. അതേപോലെ എൻ്റെ കണ്ണൻ ഒരു രൂപം മാത്രമായിപ്പോയി എൻ്റെ മനസ്സിൽ. അത് പിന്നെ മായുന്നില്ല. അതുമായിരിക്കാം ഒരു പക്ഷേ, എന്തോ ഏതോ. ഏതായാലും നമുക്ക് കഥയിലേക്ക് വരാം. കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കഥയല്ല ജീവിതമാണെന്ന് അമൃത TV പറയും പോലെ അങ്ങനെ തന്നെ പറയണം. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു മൊമെൻ്റ് എന്നോ അല്ലെ ഒരു കഥ എന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ കൂട്ടാം. എന്താ വെച്ചാൽ നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, കണ്ണൻ്റെ ഓറയുടെയും പീഠത്തിൻ്റെയും കളറ് ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഇതുവരെയുള്ള എൻ്റെ വെണ്ണക്കണ്ണനിൽ മാറ്റമുണ്ടായിട്ടുള്ളൂ. പിന്നീടുള്ള മാറ്റം എന്ന് പറയാൻ വലിപ്പച്ചെറുപ്പമാണ്. എന്നാൽ പോലും കണ്ണനിലൊരു മാറ്റം എന്ന് പറയുന്നത് ഓറയുടെയും പീഠത്തിൻ്റെയും കളറ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. ആ കളറ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്താണോ മനസ്സ് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യാറ്. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാറില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ വര തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറ് എന്ന് പറയുന്നത് പിങ്ക് ആയിരുന്നു. അന്നും ഇന്നൊക്കെ പിങ്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാട്ടോ ഞാൻ. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ കണ്ണന് ഏറ്റവും കൂടുതൽ ഈ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിങ്കിലായിരുന്നു ചെയ്യാറ്. പിങ്കും യെല്ലോയും, ഈ 2 കളർ കോമ്പിനേഷനിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഫോട്ടോ സമർപ്പിക്കാൻ പോയ സമയത്തും ഇതേപോലെ പിങ്ക് കളറിലാട്ടോ ഞാൻ ഫോട്ടോ കൊടുത്തത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പിന്നീടും പിങ്ക് തന്നെയാണ് കൊടുത്തത്. അങ്ങനെയാണ് പിന്നെ ഈ ഒരു ഓറഞ്ച് യെല്ലോ കളർ കോമ്പിനേഷൻ വന്നത്. അങ്ങനെ അതാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തതും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വാട്സപ്പ് DP ആയാലും ഇൻസ്റ്റാഗ്രാം DP ആയാലും എൻ്റെ ഫേസ്ബുക്ക് DP ആയാലും ഒക്കെ ഞാനൊരു കണ്ണനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു പൊതുവെ വെക്കാറ്. ആ കഥയിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താ വെച്ചാൽ എന്നോടൊരാൾ ഫോട്ടോ കേൾപ്പിച്ചു. ഫോട്ടോ കേൾപ്പിച്ച ആളെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ 4 വീട് അപ്പുറമാണ് ആ ചേച്ചിയുടെ വീട്. ആ ചേച്ചിക്ക് എന്നെയോ എനിക്ക് ആ ചേച്ചിയോ അറിയില്ല. ആ ചേച്ചി എന്നെക്കുറിച്ച് അറിയുന്നത് അവരുടെ ഒരു സുഹൃത്ത് ഫോട്ടോ മേടിച്ച സമയത്താണ് അറിയുന്നത്. അന്നൊക്കെയെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ആക്റ്റീവ് അല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ സുഹൃത്ത് ഫോട്ടോ മേടിച്ചതിന് ശേഷം അവർക്ക് എന്തോ കാര്യസാധ്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അടുത്ത ആൾക്ക് പാസ് ചെയ്തതാണ്. എനിക്ക് വരുന്ന മിക്ക ഓർഡറുകളും അങ്ങനെയാട്ടോ. അങ്ങനെ ഇരിക്കെ
ഈ ചേച്ചി എന്നെ വിളിച്ചു. ഈ ചേച്ചി പറഞ്ഞപ്പം ശരിക്കും എൻ്റെ ഒരു 4-5 വീടിൻ്റെ അപ്പുറമായിട്ട് വരും. ആൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യാണ്. അപ്പോൾ ആൾ എന്നോട് ഏൽപ്പിച്ചപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞതുപോലെ ആ ചേച്ചിയോടും പറഞ്ഞു, ചേച്ചി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം എനിക്കൊരു ഫോട്ടോ തന്നെ പൂർത്തീകരിക്കാൻ 4 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ ഈ 4 ദിവസം പിടിക്കും എന്ന് പറയാനുള്ള കാരണം ഇത് ഉണങ്ങാൻ വരുന്ന ഒരു സമയമാണ്. അപ്പം ചില ദിവസങ്ങളിൽ എനിക്കൊരു ഫോട്ടോക്ക് 4-5 മണിക്കൂർ മാത്രമേ അതിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഉണങ്ങാൻ വെക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ എന്താക്കും, അടുത്ത ഫോട്ടോ വരച്ച് തുടങ്ങും. അങ്ങനെയാണ് ഞാൻ ഫോട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അങ്ങനെ ഇരിക്കെ ചേച്ചി എന്നെ ഏൽപ്പിച്ചൊരു കാര്യമാണ്, നീ എപ്പോഴാണോ വര തുടങ്ങുന്നത് ആ ഒരു സമയത്ത് നീ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഇതേ കാര്യങ്ങൾ എന്നോട് പലരും പറയാറുണ്ട് കേട്ടോ. അവർക്ക് അവരുടേതായ വിഷമങ്ങൾ പറയാനും അവരുടേതായ ആഗ്രഹങ്ങൾ പറയാനും അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ ചേച്ചി, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാനിതേ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, ഇതേപോലെ ഔട്ട്ലൈനൊക്കെ ഇട്ട് ഒരു ദിവസം രാത്രി ഞാൻ ഈ ചേച്ചിനെ വിളിച്ചു. ചേച്ചിനെ വിളിച്ചപ്പം ചേച്ചിയുടേതായ വിഷമങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എന്നോടല്ല ചേച്ചി, കൃഷ്ണനെല്ലാം സമർപ്പിക്കുക. കൃഷ്ണനാണ് എല്ലാം. ഞാൻ ആരെന്നോട് എന്ത് പറയുമ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, കണ്ണൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, കണ്ണൻ്റെ കഥകളൊക്കെ ഞാൻ യൂട്യൂബിൽ കൂടിയും അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള ആൾക്കാരുടെ മുഖാന്തരവുമാണ് കണ്ണൻ്റെ കഥകളൊക്കെ ഞാൻ കേൾക്കാറ്. അല്ലാതെ ഞാനൊരു പണ്ഡിത ആയതുകൊണ്ടല്ല കേട്ടോ കണ്ണൻ്റെ കഥകൾ പറയാറ്. അപ്പം ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി, കണ്ണൻ ആരെയും കൈവിട്ട ചരിത്രം ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ണനോട് പറയാം, എന്നോട് പറയുന്നേക്കാട്ടിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വരയ്ക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനത് വരച്ചു. പിറ്റേത്തെ ദിവസം ഔട്ട്ലൈൻ ഇട്ട് വെച്ചു. പിറ്റേത്തെ ദിവസം ആഭരണങ്ങളൊക്കെ കൊടുക്കണം അതിന്. അങ്ങനെ ആഭരണങ്ങളൊക്കെ കൊടുത്ത് ഒരു ദിവസം ഉണങ്ങാൻ വെക്കണം. ഒരു ദിവസം കൊണ്ട് മഴയില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണങ്ങുക എന്ന് വെച്ചാൽ നല്ല അടിപൊളിയിൽ ഉണങ്ങും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഈ ഷാർപ്പുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം നമുക്കതൊന്ന് ഇളക്കിയെടുക്കണമെങ്കിൽ എന്ന് ഞാൻ എടുത്തു വെച്ച് പറയാട്ടോ. അല്ലെ മഴയുള്ളൊക്കെ സമയമാണെങ്കിൽ നമുക്ക് വിചാരിക്കാം അത് ഉണങ്ങാഞ്ഞിട്ട്, അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ കൊടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ കിടന്നുറങ്ങി. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. കണ്ണന് പെയിൻറ്റ് ചെയ്യുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. പെയിൻറ്റ് ചെയ്യുന്നത് സ്വപ്നം കണ്ടതിനേക്കാട്ടിലുപരി 2 കളർ കോമ്പിനേഷനാണ് ഞാൻ കണ്ടത്. ഒന്നെന്ന് പറയുന്നത് ആകാശ നീല കളറും ഒന്ന് വയലറ്റും. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് എന്ന് പറഞ്ഞതിൻ്റെ അതിന് നമ്മൾ നേരം വെളുത്തപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ. ഈ ആകാശ നീലയും വയലറ്റും എന്ന് പറയുന്നത് കളർ കോമ്പിനേഷൻ അല്ല, ഡാർക്ക് കളറാണ് വരിക. ഡാർക്ക് കളറാണ് വരിക എന്ന് പറയാൻ കാരണം ഈ ആകാശ നീലയും വയലറ്റിൻ്റെയും കൂടെ വരുന്നത് കണ്ണൻ്റെ ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ ഇതിലെവിടെയും ഒരു കളർ കോമ്പിനേഷൻ അല്ലെ കളർഫുൾ വരുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പം ഞാൻ വിചാരിച്ച് പോട്ടെ, അതിപ്പോൾ സ്വപ്നമല്ലേ, സ്വപ്ന പാർക്കും എങ്ങനെയും കാണാമല്ലോ. അങ്ങനെ ഇരിക്കെ ഞാനിതിന് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. പെയിൻറ്റ് ചെയ്ത് ഞാൻ ഇത് ഉണങ്ങാൻ വെച്ചതാണ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ തലേ ദിവസം ചെയ്ത ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒലിച്ചിറങ്ങി. അതോ അങ്ങനെ ഉണങ്ങാതിരിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഒരു ദിവസം ഫുള്ള് ഞാനത് റെസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്. മഴയില്ല, നല്ല വെയിലാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് മണ്ണെടുത്ത സ്ഥലത്താണ്. ഒരു തണൽ മരം എന്ന് പറയാൻ പോലും എൻ്റെ ഈ ഒരു ഏരിയയിലില്ല. വലിയ പറമ്പായിരുന്നു. 26 സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് അത്രത്തോളം സ്ഥലത്ത് ഈ ഒരു മണ്ണെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഏരിയ നോക്കുകയാണെങ്കിലും നമുക്കൊരു തണൽ മരം കിട്ടൂല. അപ്പം വെയിലൊക്കെ നേരിട്ടടിക്കുന്നത് കൊണ്ട് ഭയങ്കര ചൂടാണ് ഈ വീട്ടിൽ നിൽക്കാൻ. അത്രത്തോളം ചൂടുള്ളൊരു സ്ഥലത്ത് ഈ ഓർണമെൻറ്റ്സിൻ്റെ ഗിൽറ്റർ നിങ്ങൾക്കൊക്കെ കാണാൻ എൻ്റെ ഫോട്ടോക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തരുന്നത് ഗിൽറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഗിൽറ്റർ ഒലിച്ചിറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. എനിക്ക് എങ്ങനെ നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്.
അങ്ങനെയാണ് ഞാൻ ഈ സ്വപ്നത്തിനെ പറ്റി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടില്ല, ഇനി അതുകൊണ്ടാണോ? പക്ഷെ അതുകൊണ്ടാണെങ്കിൽ എനിക്കത് ചെയ്യാൻ നിർവാഹമില്ല. കാരണം ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് എൻ്റെ ഈ 11 വർഷക്കാലത്തെ കണ്ണനെ വരച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നോടെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കണ്ണനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കിയിട്ട് നിങ്ങൾ തരണം, എത്രത്തോളം കളർഫുള്ളാക്കാൻ പറ്റുമോ അത്രത്തോളം കളർഫുള്ളാക്കിയിട്ട് നിങ്ങൾ തരണം എന്നൊക്കെയാണ് എന്നോട് എല്ലാവരും പറയാറ്. അപ്പോൾ അത്രത്തോളം കളർഫുൾ ആവേണ്ട ഒരു കണ്ണനെ ഞാൻ ഇങ്ങനെ ഒരു മങ്ങിയൊരു കളറിൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളറിൽ കൊടുത്താൽ അവർക്കത് ഇഷ്ടാവില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താ ഏതാന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു, ഇങ്ങനെയാണ് കണ്ടത് കളർ കോമ്പിനേഷന്. പക്ഷേ ഞാൻ വേറൊരു കളറ് കൊടുത്തു. എൻ്റെ ലൈഫിൽ തന്നെ അന്ന് ആ ഒരു ഒലിച്ചിറങ്ങി എന്ന് പറഞ്ഞാൽ അല്ലാതെ പിന്നീട് ഇന്ന് വരെ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. അതിങ്ങനെ പെയിൻ്റ് ഒലിച്ചിറങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല, അത്രത്തോളം ഉണങ്ങിയൊരു ഫോട്ടോ ആണ് ചേച്ചി. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ട കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കാണ്. അത് കൊടുക്കുക വെച്ചാൽ കണ്ണിന് കളർഫുൾ ആയിരിക്കില്ല, കണ്ണിന് ഭംഗി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ണിന് ഭംഗി വേണമെങ്കിൽ കളർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തേ വൈകാ ചേച്ചി എന്നോട് പറഞ്ഞു, ജസ്ന എനിക്കാവശ്യം ജസ്ന വരച്ച ഫോട്ടോ മാത്രമാണ്, അത് എത്രത്തോളം കളർഫുള്ളാണോ എത്രത്തോളം ഡാർക്ക് കളറാണോ എന്നൊന്നും ഞാൻ നോക്കൂല, ജസ്നയുടെ കയ്യിൽ നിന്ന് വരച്ച ജസ്നൻ്റെ കണ്ണനെ എനിക്ക് കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു വാക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നൊരു വാക്കുകളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ സന്തോഷം, നമുക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ ആ ഒരു ഫോട്ടോ ചെയ്തു. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നന്നായി ഞാൻ മാറ്റി വരച്ചതാട്ടോ. ആ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ മാറ്റി വരച്ചു. രണ്ടാമത് ഇതേപോലെ ഇതിൽ ഞാൻ അന്ന് പറഞ്ഞ ആ സ്വപ്നം കണ്ടതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ കൊടുത്തു. എൻ്റെ പടച്ചോനെ, ഒരിക്കലും ഇല്ലാത്തൊരു സന്തോഷം എനിക്കതിൽ കിട്ടി. അപ്പോൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ ആയിരുന്നു എൻ്റെ DP. അത് ഒരുപാട് മീഡിയയിലൊക്കെ വന്നു കേട്ടോ. ഓരോരുത്തർ എൻ്റെ ഫോട്ടോ എടുത്തിടുമ്പോൾ ആദ്യം ആ ഒരു ഫോട്ടോ ആയിരുന്നു എടുത്തിട്ട്. ഭയങ്കര സന്തോഷകരമായി ഞാൻ ആ ഒരു ഫോട്ടോ പൂർത്തീകരിച്ചു. അതിനേക്കാട്ടിലും ഉപരി സന്തോഷം എന്ന് വെച്ചാൽ ആ ചേച്ചി പറഞ്ഞ കാര്യം, ആ ചേച്ചിക്ക് ഒരു 2 മാസം കൊണ്ട് തന്നെ കാര്യങ്ങൾ സാധിക്കപ്പെട്ടു. അതിന് ആ സന്തോഷം കൊണ്ട് എന്നെ വിളിച്ചു. എന്നെ അവരുടെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റിയില്ല. മകളുടെ വിവാഹവും കാര്യങ്ങളൊക്കെ ഗുരുവായൂരിൽ തന്നെ അവർ നടത്തി. അങ്ങനെ പിടിച്ച് കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് എന്നതിന് ശേഷം എന്താ സംഭവം എന്നറിയോ, ഞാൻ ആ ഒരു ഫോട്ടോ DP ഇട്ടതിന് ശേഷം ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഈ പറഞ്ഞതുകൊണ്ട് വാട്സപ്പിൻ്റെ അകത്ത് സേവ് ചെയ്താൽ മാത്രമേ എൻ്റെ DP കാണുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഫോട്ടോ ഒക്കെ ഏൽപ്പിച്ച് ഒക്കെ ആയി ഞാൻ അഡ്വാൻസ് തന്നാൽ മാത്രമേ ഫോട്ടോക്ക് ഓർഡർ സേവ് ചെയ്യൂ കേട്ടോ പേര്. അതെന്താ വെച്ചാൽ എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഫോട്ടോ വരച്ച് അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പലരും ചോദിക്കും എൻ്റെ ഫോട്ടോക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഞാൻ ഒരു ഫോട്ടോ വരയ്ക്കുന്നത് ഇപ്പം ഈ ചേച്ചിയുടെ തന്നെ കഥ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ ചേച്ചിക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ഫോട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ അത് ആ ചേച്ചിയുടെ കയ്യിലേക്ക് തന്നെ എത്തണം. അത് മറ്റൊരാളുടെ കയ്യിലെത്തുമ്പം നമ്മൾ മനസ്സ് കണ്ടതൊരാളും വരച്ച് കൊടുത്തത് മറ്റൊരാളും ആയിപ്പോവും. അപ്പം രണ്ടാളുടെയും ആഗ്രഹങ്ങൾ രണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പോലും ആവരുത്, അവനവന് ഇന്ന് വെച്ച് വരച്ച് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ് മേടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, എന്നോട് ഒരിക്കൽ വിളിച്ചിട്ട് ഒരു പയ്യൻ എന്നോട് ഫോട്ടോക്ക് ചോദിച്ചു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ വൈറലായി വന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ 4 ഫോട്ടോ
വരച്ച് തരും, ഞങ്ങൾക്ക് 4 പേർക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ബുക്കിങ്ങിനനുസരിച്ചാണ്, കാരണം അവർക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പം പറഞ്ഞു അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ അത്യാവശ്യമാണ്, അതാണ് ഇതാണ്. അപ്പം ഞാനും വിചാരിച്ചു 4 ഫോട്ടോക്ക് ഒരുമിച്ച് വരച്ച് കൊടുക്കുമ്പോൾ എനിക്കും ഒരു പൈസ കിട്ടുമല്ലോ. അപ്പം നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്, കൊറിയർ ചാർജ് കുറയും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ കൂടെ ലാഭം കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാലും ഞാൻ ചെയ്ത് തരാം. അവരത്രയും നിർബന്ധിച്ചു കേട്ടോ എന്നെ. അങ്ങനെ ഞാൻ ആ ഫോട്ടോ ചെയ്ത് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഇവരെ തിരിച്ചുള്ള മറുപടി ഞാൻ പറഞ്ഞു ചേട്ടാ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്, അഡ്രസ്സ് അയച്ചാൽ ഞാൻ ഫോട്ടോ ഇവിടുന്ന് കൊറിയർ ചെയ്യായിരുന്നു. ഫോട്ടോയോ? എന്ത് ഫോട്ടോ? ഞാൻ പറഞ്ഞു കൃഷ്ണൻ്റെ ഫോട്ടോ. അയ്യോ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ആരാ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങളെനിക്ക് എൻ്റെ അടുത്ത് കണ്ണൻ്റെ ഫോട്ടോ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നോ? അത് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ സോറി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും പറഞ്ഞ് ഇവരൊരു ചിരി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കളിപ്പിച്ചതാണ്, എനിക്കിട്ട് പണി തന്നതാണ് എന്നുള്ള ആ ചിരിയിലൂടെ ആട്ടോ ഞാൻ മനസ്സിലായി. അതുവരെ ഞാൻ വിചാരിച്ചു അവരോട് മറന്നു പോയത് അങ്ങനായിരിക്കും എന്ന് വരെ ഞാൻ ചിന്തിച്ചു കേട്ടോ. അപ്പം എനിക്ക് തോന്നി എന്നെ കളിപ്പിച്ചതാന്ന്. അങ്ങനെ ഇരിക്കെ പിന്നീട് എല്ലാവരോടും ഞാൻ അഡ്വാൻസ് മേടിച്ചതിന് ശേഷം മാത്രമേ ഞാനിത് നോട്ട് ചെയ്ത് വെക്കുള്ളൂ. അങ്ങനെ ഈ അഡ്വാൻസ് മേടിച്ചാൽ മാത്രമേ ഈ നോട്ട് ചെയ്യുമ്പം എൻ്റെ പ്രൊഫൈലിൽ ഈ ഒരു ഫോട്ടോ കാണും. ഇത് നമ്മുടെ സ്വപ്നം കണ്ട കണ്ണൻ്റെ കളർ കോമ്പിനേഷനായിട്ടുള്ള ഫോട്ടോ കാണും. അപ്പേക്കോ പറയും എനിക്ക് ഈ ഒരു ഫോട്ടോ മതി കേട്ടോ എന്ന് പറയും ഏൽപ്പിക്കുന്ന ആൾ. അപ്പം ഞാൻ പറയലെന്താ വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നത് പോണല്ല, കുറച്ച് ഡാർക്ക് കളറായിരിക്കും, അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് വരച്ച് തരുന്നതിൽ ഒരു വിരോധവും ഇല്ല എന്ന് പറയും. അപ്പോൾ അവർ പറയും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഡാർക്ക് കളറാണെങ്കിലും കുഴപ്പമില്ല, ആ കണ്ണിനെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും വരയ്ക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ണിന് ഒരുപാടെണ്ണം ഞാൻ വരച്ചു. അതെന്ത് അത്ഭുതമാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അതെൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അഡ്വാൻസ് മേടിക്കുന്നൊരു കഥ തന്നെ. പിന്നീട് എല്ലാവരോടും ഞാൻ അഡ്വാൻസ് മേടിച്ചിട്ടേ നോട്ട് ചെയ്യാറുള്ളൂ. ലാസ്റ്റത്തെ അതിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ്റെ കസിനാണെന്ന് പറഞ്ഞ ഒരു ചേച്ചി വിളിച്ചു. അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി, ഞാൻ അഡ്വാൻസ് മേടിച്ചതിന് ശേഷം നോട്ട് ചെയ്ത് വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അന്നപ്പം അവരെന്നോട് പറഞ്ഞു ഓക്കെ ഹസ്ബൻഡ് സാലറി അയച്ചിട്ടില്ല, സാലറി അയച്ചാൽ ഉടനെ ഞാൻ ഇടാമെന്ന് പറഞ്ഞു. അപ്പം ആൾ ലേഡിയാണല്ലോ, അപ്പോൾ ലേഡീസിനെ നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ട കാര്യമല്ല. ഞാനിത് പറയാൻ കാരണം എനിക്ക് അനുഭവങ്ങൾ ഒരുപാട് വന്നിട്ടും ഞാനൊരു പാഠവും പഠിച്ചിട്ടില്ല എന്നുള്ളതാട്ടോ. അങ്ങനെ ഞാൻ ഓക്കെ അവർക്ക് അഡ്വാൻസ് അവർ സാലറി കിട്ടിയിട്ട് അയച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇവരുടെ പേര് നോട്ട് ചെയ്ത് വെച്ചു. മാസങ്ങൾക്കിപ്പുറം ഞാൻ ഇവരെ മനസ്സിൽ കണ്ട് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥനയായിരിക്കുമോ, അല്ലെ ഞാൻ എപ്പോഴും വിചാരിക്കും കണ്ണനിൽ ഞാൻ കൊടുക്കുന്ന ഡെഡിക്കേഷൻ ആയിരിക്കാം ഒരു പക്ഷേ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഞാൻ കണ്ണനെ വരയ്ക്കുമ്പോണ്ടല്ലോ, ഞാൻ ഇറച്ചിയോ മീനോ കൂട്ടിയിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ടേ ഞാൻ വരയ്ക്കാറുള്ളൂ. എന്നെ സംബന്ധിച്ച് വെറും ഒരു ഫോട്ടോ മാത്രമാണ് കണ്ണന്. പക്ഷേ അത് മറ്റൊരാളുടെ കയ്യിലെത്തുമ്പോണ്ടല്ലോ അവർ ജീവനെക്കാട്ടിലും വിലമതിക്കുന്ന, എന്തിനേക്കാട്ടിലും വിലമതിക്കുന്നൊരു ദൈവത്തിനേക്കാട്ടിലും ഉപരി അവരുടെ കൂട്ടുകാരനാണോ എന്തെന്നാന്ന് പറയാൻ പറ്റില്ല. ഈ കണ്ണനെ എല്ലാവരും അങ്ങനെ ദൈവത്തിനേക്കാട്ടിലും ഉപരി സ്വന്തമെന്ന് വിശ്വസിച്ച് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പറയാൻ നമുക്ക് വാക്കുകളില്ല എന്ന് തന്നെ പറയാം. അത്രത്തോളമാണ് എല്ലാവരും കണ്ണനെ കാണുന്നത്. അപ്പോൾ ആ കണ്ണനെ ഞാൻ അത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻലി ചെയ്തിട്ടില്ല വെച്ചാൽ ഞാനത് കണ്ണനോടും കണ്ണൻ ത്രൂ അത് മേടിക്കുന്ന ആൾക്കാരോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കുളിച്ച് നല്ല വൃത്തിയോടുകൂടിയേ ഞാൻ വരയ്ക്കാറുള്ളൂ. ഒരു പീരീഡ്സിൻ്റെ സമയത്ത് ഞാൻ വരയ്ക്കാറില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ ചേച്ചിനോട് ഞാനിങ്ങനെ പറഞ്ഞു ചേച്ചി ഫോട്ടോ റെഡിയാക്കി. അയ്യോ എനിക്ക് ആ ഫോട്ടോ വേണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയതാണ്. എനിക്ക് എത്രത്തോളം വിഷമമായി എന്നറിയോ, കാരണം ഞാൻ ഈ മനസ്സ് കണ്ടതൊക്കെ ഈ ചേച്ചിനെയാണ്.
പക്ഷേ ആ ചേച്ചിക്കെല്ലാം മറ്റൊരാൾക്ക് ആ ഫോട്ടോ, എൻ്റെ ഫോട്ടോ ഒരാളിലെ മറ്റൊരാൾ വാങ്ങാൻ തയ്യാറാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് എന്ന് വിചാരിച്ച് വരയ്ക്കുന്ന ഫോട്ടോ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകുമല്ലോ. മേടിക്കുന്ന ആൾക്ക് അറിയുണ്ടാവില്ല ഇതെനിക്ക് വരച്ചതായിരിക്കില്ല, വേറൊരാൾക്ക് വരച്ചതാണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനും കൂടിയാണ് ഞാൻ ഈ അഡ്വാൻസ് മേടിച്ചിട്ടും കൂടിയും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്, അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടല്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ കണ്ണൻ്റെ അനുഭവ കഥ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളതൊക്കെ ഉൾക്കൊള്ളുക എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കണ്ണൻ എന്ന് പറയുന്നത് എന്താ പറയുക, പരീക്ഷണത്തിൻ്റെ ഉസ്താദാണ്, അല്ലെ അനുഭവങ്ങളുടെ ഉസ്താദാണ്. എനിക്ക് ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് ഈ കണ്ണനെ വര തുടങ്ങിയതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഗുരുവായൂർ നടയിൽ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഒക്കെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ കണ്ണൻ്റെ ഒരു മായയായിട്ട് മാത്രം കണക്കാക്കാനാണ് ഇഷ്ടം. ചിലതൊക്കെ ചില സമയത്ത് ഓർക്കുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു കുളിര് തന്നെ പറയാം. കണ്ണനെക്കുറിച്ച് പറയുമ്പം എന്താ പറയുക, പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞതുപോണായിപ്പോവും. അത്രത്തോളം പറഞ്ഞാൽ മതി വരാത്തൊരു സംഭവമാണ്. ഞാനിപ്പോഴും ചിന്തിക്കുക, ഈ ഒരു കണ്ണനല്ലേ ഞാനൊരു കാലത്ത് വെറുത്തത് കണ്ണാ എന്ന് ഞാൻ 100 പ്രാവശ്യം കണ്ണൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ വരച്ച ഫോട്ടോസൊക്കെ വരയ്ക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സമയം എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ പോലും ഇത് ഔട്ട്ലൈൻ ഇടുന്നത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഇത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിന് ഓർണമെൻറ്റ്സ് കൊടുക്കുക, ഓറയുടെയും പീഠത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക, അങ്ങനെ പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടമാണ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. പെയിൻറ്റിങ് ഫസ്റ്റ് കോട്ടടിക്കുക, മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് ഫുൾ ഫിനിഷായിട്ട് വരിക. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഈ ഒരു ഫുൾ വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട് എന്തോരം സമയമെടുക്കുമെന്നുള്ളത്. അതുപോലും അറിയാതെ ഞാൻ സ്പീഡിലിട്ടിട്ട് ഞാനല്ല വരയ്ക്കുന്നത്, പുറകിലെന്തോ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീക്കി കളിച്ചത്, ഇനിയിപ്പോൾ ബാക്കിലൊന്നുമില്ല എന്നുള്ളത് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം ഇതാണ് എൻ്റെ കണ്ണൻ. നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായിട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, പറയാനൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ണനെയാണ് ഞാൻ ആദ്യമായിട്ട് വരച്ചത്. പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഉടുപ്പിട്ട കണ്ണനുണ്ടല്ലോ, കുറച്ച് വലിയ നീളത്തിലുള്ള ഡ്രസ്സ് ഇട്ടേ, ഇതൊക്കെ മറ്റേ ഉടയാട മാത്രമുള്ളതാണല്ലോ. കുറച്ചുകൂടി ഉടുപ്പിട്ടിട്ടുള്ള കണ്ണനെയും ഞാൻ വരച്ചിട്ടുണ്ട്. അതും ഇങ്ങനത്തെ മോഡൽ കണ്ണനുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് വരച്ച് തുടങ്ങിയത്. അപ്പോൾ അതേ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് ലഡു എടുക്കുന്ന കണ്ണൻ. ഈ തുടച്ച് കാണിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാം, ഇപ്പുറത്തെ സൈഡാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തുടച്ച് കാണിച്ചത്. എപ്പോഴും നിങ്ങൾ വെണ്ണ എടുത്ത് നിൽക്കുന്ന കണ്ണനെയല്ലേ കണ്ടത്, ഇപ്പം അതേ ലഡു എടുത്ത് നിൽക്കുന്ന കണ്ണനെയും കൂടി നിങ്ങൾക്ക് കാണാനുള്ളൊരവസരം ഞാനായിട്ടുണ്ടാക്കി തന്നു. ഇനിയും ആരും ഞാനല്ല വരയ്ക്കുന്നത് എന്ന് പറയാച്ചാൽ അവരുടെ കണ്ണൊന്ന് നമുക്ക് കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. വേറെ ഒരു നിർവാഹവും ഇല്ല എനിക്ക്. എത്രത്തോളം ഞാൻ ചങ്ക് വരച്ച് കാണിച്ചു കൊടുത്തോ അത്രത്തോളം ഞാനല്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഒരു മനുഷ്യനെ പറ്റി പറയുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ട്. എൻ്റെ കൈ കാണിച്ചിരുന്നത് മറ്റൊന്നും കൊണ്ടും അല്ല കേട്ടോ, ഇതൊരു തരം പേസ്റ്റാണ്. എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ അത് നന്നായിട്ട് കൈമേൽ ഒട്ടും.